വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനൊരു കൂട്ടായ്മയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഘത്തിൽ ഞാൻ പങ്കെടുക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ ഒരു കുടുംബയോഗമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ സംസാരിക്കുന്ന സാഹചര്യം ആദ്യമായിട്ടാണ്. അപ്പോൾ വളരെ പുണ്യമായിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് വൈശാഖ മാസം എന്ന് പറയുന്ന ഭഗവാൻ ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാസം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ മാസത്തിലാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഗുരുവായൂരപ്പന് മാത്രം പ്രിയപ്പെട്ട ഒരു സമയമല്ല. വൈശാഖ കാലത്താണ് കൊട്ടിയൂർ ഉൾപ്പെടെയുള്ള ശിവക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും സത്സംഗങ്ങൾക്കും ആധ്യാത്മിക പ്രഭാഷണങ്ങൾക്കൊക്കെ തന്നെ ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു സമയത്താണ് നിങ്ങളുടെ ഈ ഒരു കുടുംബയോഗം നടക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ ഭഗവാനും ഭഗവതിയും നിങ്ങളെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചതിന്റെ ആദ്യത്തെ സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം ധന്യമായിട്ടുള്ള ഈ ഒരു സദസ്സിൽ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വന്നിരിക്കാൻ സാധിച്ചതിൽ, എന്നെ ഇങ്ങോട്ട് വിളിച്ചതിൽ നിങ്ങളോട് ഓരോരുത്തരോടും ആദ്യം തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. കുറച്ച് സമയം നമുക്ക് ചില കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം. വിശക്കാരാകുമ്പോഴേക്കും പരമാവധി ഞാൻ നിർത്താൻ നോക്കാം. ഒരുപാട് സമയം നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. എങ്കിൽ പോലും നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും നമുക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്, നമുക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ഭഗവാന് വേണ്ടി ഒരു ദിവസം കുറച്ച് സമയം നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാനോട് കാണിക്കുന്ന വലിയ സ്നേഹമാണ്. തമാശയ്ക്ക് പറയും, ഈ ശബരിമലയിൽ പോകുന്ന ആളുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോകുന്നൊരു രീതി ഉണ്ടല്ലോ. ഒന്ന് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ കൈ പിടിച്ചു വളരെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കൈ തന്നോളൂ, അല്ലെങ്കിൽ കുഴപ്പമില്ല, കൈ പിടിച്ചോളാം. കുഴപ്പമില്ല, എത്തിക്കൂ. കിട്ടില്ലേ? ഓക്കെ. ശബരിമലയിൽ പോകുന്ന ആളാണ്, ഇവിടുന്നൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവില്ല അല്ലെ? അവരൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോകും, ആരെ കാണാൻ? സ്വാമിയെ കാണാൻ. സ്വാമിയെ കണ്ടാൽ എന്താ? മോക്ഷം കിട്ടും അല്ലെ? നിങ്ങൾ വിചാരിക്കൂ, ഇപ്പൊ ഈ വൃശ്ചിക മാസത്തില് നിങ്ങൾ ഇവിടെ നിന്ന് കിഴക്കേടത്തെ ദൈവത്തും പറമ്പിൽ നിന്ന് കുറച്ച് ആൾക്കാർ ശബരിമലയ്ക്ക് പോയി. ഭഗവാനെ കണ്ടു, നെയ്യഭിഷേകമൊക്കെ നടത്തി. ഭഗവാൻ നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് അപ്പോയിന്റ്മെന്റ് തന്നു എന്ന് വിചാരിക്കുക. കുറെ നാളായില്ല ഇങ്ങനെ വരുമ്പോ. എത്ര വർഷം വന്നു? ഞാനിപ്പോ 16ാമത്തെ വർഷമാണ്. കുറെ കാലമായില്ലേ വരുന്നു. ഞാനൊരു കാര്യം ചെയ്യാം, ഈ വർഷം എന്തായാലും വന്നതല്ലേ, ഞാൻ നിങ്ങൾക്ക് മോക്ഷം അങ്ങോട്ട് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ ആ തന്നോളൂ ഭഗവാനെ എന്ന് പറയാൻ വില്ലിംഗ് ആയിട്ടുള്ള എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്? വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഞാൻ ഒന്ന് ഭാര്യയോട് വിളിച്ചു ചോദിക്കട്ടെ, എന്നിട്ട് പറയാം ഭഗവാനെ എന്ന് പറഞ്ഞ് നമ്മളൊന്ന് വീട്ടിലേക്ക് വിളിക്കും. ഭഗവാനെ, എനിക്ക് മോക്ഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്, വാങ്ങിയിട്ട് വരട്ടെ. മോക്ഷം അല്ലെ? നമുക്കറിയാം ഈ സാധനം അവിടെ പോയാൽ കിട്ടില്ല. കഴിഞ്ഞ നമ്മുടെ വിചാരത്തിൽ, നമ്മുടെ ധാരണയിൽ മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുകളിലേക്കുള്ള യാത്ര, അങ്ങനെ ഒരു ധാരണ ഉള്ള ആളുകളാണ് നമ്മൾ. യഥാർത്ഥത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഒരു കുടുംബ സംഗമത്തിൽ ഇത്തരത്തിലുള്ള ആധ്യാത്മിക പ്രഭാഷണം. ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയില്ല, ഞാൻ വളരെ ചെറിയ ആളാണ്. എന്റെ അറിവിലുള്ള ചെറിയ കാര്യങ്ങൾ മാത്രമേ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. ഗുരുവായൂരപ്പനെ അനുഗ്രഹിച്ച് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരു ആധ്യാത്മിക സംസ്കാരം ഒരു കുടുംബത്തിന് ഉണ്ടാവണം എന്നുള്ള നിങ്ങളുടെ കുടുംബ നേതൃത്വത്തിന്റെ ആ ഒരു തീരുമാനത്തെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവില്ല എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. നമുക്ക് എന്തൊക്കെ പരിപാടികൾ നടത്താം. ചില കുടുംബയോഗങ്ങളെ കഴിഞ്ഞ് DJ പാർട്ടി നടക്കുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് നിങ്ങൾ അതിനു വേണ്ടി സമയം മാറ്റിവെച്ച് ഭഗവത് കഥകൾ കേൾക്കാനും ഭഗവാനെ കുറിച്ച് സ്മരിക്കാനും ഈ സമയം കണ്ടെത്തിയത് നിങ്ങളുടെ ഒരു പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ മഹത്വമാണ്. അതൊരിക്കലും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ദിവസം കുറച്ച് സമയം നമുക്ക് ഭഗവാനെ കുറിച്ചൊക്കെ ആലോചിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പൊതുവിൽ ഈ തത്വങ്ങളൊക്കെ പറയുന്നത് വളരെയധികം കുറവാണ്. കൂടുതൽ കഥകളാണ് പറയുന്നത്. കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ എന്തായാലും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമാ കഥയല്ല പറയുന്ന കഥകളൊക്കെ ഭഗവാന്റെ കഥകളായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് കേട്ട കഥകൾ ഉണ്ടാവാം, കേൾക്കാത്ത കഥകൾ ഉണ്ടാവാം. കേട്ട ആളുകൾ ക്ഷമിക്കുക. ഓരോ കഥ കഴിഞ്ഞാലും അതിനെക്കുറിച്ച് നമ്മുടെ സന്ദർഭവശാൽ നമുക്ക് പറയാൻ കിട്ടുന്ന രീതിയിൽ അതിന്റെ ഒരു വിചാരം കൂടെ ചെയ്ത് ഒരു 1.5 മണിക്കൂർ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ ഇവിടെ വരാൻ സാധിച്ചതിലുള്ള വലിയ സന്തോഷം ഞാൻ പറഞ്ഞു. ഇവിടെ
ഉമാമഹേശ്വര ക്ഷേത്രമാണ് അല്ലെ. കിഴക്കേടത്ത് ദൈവത്തും പറമ്പിൽ ഉമാമഹേശ്വര ക്ഷേത്രം എന്നാണ് അഡ്രസ്. നിങ്ങളുടെ കുടുംബം എത്ര ഭാഗ്യം ചെയ്ത കുടുംബമാണെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഭഗവാൻ ശിവൻ, ഭഗവാൻ മഹാദേവന്റെ ഒരുപാട് ക്ഷേത്രങ്ങൾ ചിലപ്പോൾ നമ്മുടെ ചുറ്റും ഉണ്ടാവും. വടക്കുന്നാഥനിൽ ഭഗവാനുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പം ഏറ്റുമാനൂർ പോവാണെങ്കിൽ ഭഗവാനുണ്ട്, വൈക്കത്ത് ഭഗവാനുണ്ട്, കടുത്തുരുത്തിയിലുണ്ട്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഭഗവാൻ മഹാദേവനുണ്ട്. പക്ഷെ നിങ്ങൾ ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പൂജിക്കുമ്പോൾ അല്ലെങ്കിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഭഗവാൻ മഹാദേവൻ ഒറ്റയ്ക്കിരിക്കുന്ന അമ്പലം, ഭഗവാൻ സമാധിയാവസ്ഥയിൽ അല്ലെങ്കിൽ ധ്യാനാവസ്ഥയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ ഒരു കാര്യം മാത്രമേ നിങ്ങൾക്ക് തരാൻ സാധിക്കുള്ളൂ. അത് നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്, മോക്ഷമാണ്. ഭഗവാൻ മഹാദേവൻ എല്ലാവർക്കും മോക്ഷം നൽകുന്ന ദേവതയാണ്. നമ്മൾ മൃത്യുഞ്ജയ ഹോമം കഴിക്കും അല്ലെ, അമ്പലങ്ങളിൽ ഇവിടെ കഴിക്കാറില്ലേ? മൃത്യുഞ്ജയ ഹോമം കഴിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ വിചാരം മൃത്യുഞ്ജയ ഹോമം കഴിച്ചാൽ എന്ത് കൂടും? ആയുസ് കൂടും എന്നാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ അത് ചെയ്യുന്ന ആചാര്യനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും, മൃത്യുഞ്ജയ ഹോമം എന്തിനുള്ളതല്ല, ആയുസ് കൂടാനുള്ളതല്ല, മരണം ഏറ്റവും മനോഹരമായിട്ട് സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോമമാണ് മൃത്യുഞ്ജയ ഹോമം. എങ്ങനെയാണോ പാകമായ ഒരു പടവലം അതിന്റെ ഞെട്ടിയിൽ നിന്ന് സ്വാഭാവികമായി മണ്ണിലേക്ക് വീഴുന്നത്, അതുപോലെ ഒരു ജീവൻ കൊഴിഞ്ഞു പോകാൻ വേണ്ടി ചെയ്യുന്ന പൂജയാണ് മൃത്യുഞ്ജയ ഹോമം. ഭഗവാൻ ഏറ്റവും തരാൻ സന്തോഷം, ഭഗവാൻ ഏറ്റവും തരാൻ ഇങ്ങനെ കരുണ കാണിച്ച് നിങ്ങളെയൊക്കെ നോക്കുന്നത്, പേടിക്കരുത് പറഞ്ഞു ഇങ്ങോട്ട് വരാതിരിക്കുന്നത്. ഭഗവാൻ മഹാദേവനെ സംബന്ധിച്ചിടത്തോളം മരണത്തെ വരദാനമായി കൊടുക്കുന്ന ഒരേ ഒരു ഈശ്വരനെ ഈ ലോകത്തുള്ളൂ, അത് ഭഗവാൻ. എന്റെ ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആകെ ഒരു കാര്യം അറിയുമ്പോൾ, എന്തിനാ കടന്ന് കഷ്ടപ്പെടണേ, ഇങ്ങോട്ട് പോന്നോളൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളാണ് ആര്? മഹാദേവൻ. ഭഗവാന്റെ പ്രത്യേകതയാണത്. നോർത്ത് ഇന്ത്യയില് ഭഗവാനെ വിളിക്കുന്ന പേര് ഭോലേനാഥ് എന്നാണ്. കേട്ടിട്ടുണ്ടാവുക. എന്താ വാക്കിന്റെ അർത്ഥം എന്നറിയോ? ഇന്നസെന്റ്. ചാലക്കുടിയിലുള്ള ഇന്നസെന്റ് അല്ല, ഇന്നസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കൻ എന്നാണ് അർത്ഥം. അത്ര കണ്ട് മനസ്സിൽ ഒരു കുഞ്ഞു കറുത്ത പൊട്ട് പോലും ഇല്ലാത്തൊരു ദേവതാ ചൈതന്യം നമ്മുടെ പാരമ്പര്യത്തിൽ എന്തെങ്കിലും ഉണ്ടോ, അതാണ് മഹാദേവൻ, ഭഗവാൻ ശിവൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മരണത്തെ ദാനമായി നൽകുന്ന, വരദാനമായി നൽകുന്ന ദേവനാണ് ഭഗവാൻ. ഭയങ്കര നിഷ്കളങ്കനാണ്. കുട്ടികളുടെ മനസ്സാണ് ഭഗവാൻ. നമ്മളെപ്പോഴും ഗുരുവായൂരപ്പനെയാണ് ഉണ്ണി ഉണ്ണി എന്ന് വിളിക്കാറുള്ളത് അല്ലെ. ശരിക്ക് ഉണ്ണികളുടെ ഒരു സ്വഭാവം ഇല്ലാത്ത ഒരാളാണ് ഗുരുവായൂരപ്പൻ. അത്ര കണ്ട് കൂർമ്മ ബുദ്ധിയുള്ള, അത്ര കണ്ട് കുരുട്ട് ബുദ്ധിയുള്ള ഒരാളാണ് ഗുരുവായൂരപ്പൻ. എന്നാൽ മഹാദേവൻ അങ്ങനെയല്ല. പാവം പറ്റിക്കാൻ വളരെ എളുപ്പമാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ ഞാൻ ആരുടെ തലയിൽ തൊട്ടാലും ആ തല പൊട്ടിത്തെറിക്കണേ എന്നൊരു അസുരൻ തപസ് ചെയ്ത് ചോദിച്ചപ്പോ എടുത്തോളൂ എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാ ഞാനൊന്ന് പരീക്ഷിക്കട്ടെ, നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് പറഞ്ഞ് ഭഗവാന്റെ പിന്നാലെ ഓടിയ കഥ നിങ്ങൾക്ക് അറിയാം. അപ്പോഴും കുരുട്ടുബുദ്ധിയുള്ള ഗുരുവായൂരപ്പനാണ് പിന്നാലെ പോയി ഒരു വേഷമൊക്കെ കെട്ടി ഭഗവാനെ രക്ഷിക്കുന്നത്. അപ്പൊ അത്ര കണ്ട് നിഷ്കളങ്കനാണ് ഭഗവാൻ. നിങ്ങൾ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ആകെ അറിയാം പ്രാണൻ ഇങ്ങോട്ട് എടുക്കാനാണ്. നിങ്ങള് വാരണാസിയിൽ പോകുമ്പോൾ വിവേകാനന്ദ സ്വാമിയുടെ ഒരു കഥ പറയും. വിവേകാനന്ദ സ്വാമി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗുരുവായൂരായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസൻ കൂടെ ഗംഗയില് വഞ്ചിയിൽ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു അത്ര. അപ്പോ ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവേകാനന്ദന് നരേന്ദ്രൻ എന്നാണ് വിളിക്കാറ്, നരേന്ദ്രൻ എന്നാണ് പേര്. അദ്ദേഹം പറഞ്ഞത്, ആ കരയിലേക്ക് നോക്കൂ, എന്താണ് അവിടെ കാണുന്നത് നോക്കൂ എന്ന് പറഞ്ഞ് പരമഹംസന് വിവേകാനന്ദന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തപ്പോ അവിടെ കത്തുന്ന ചിതകൾ, നമുക്കറിയാം വാരണാസിയിൽ എത്രയോ ആളുകളുടെ മൃതദേഹം സംസ്കരിക്കുന്ന സ്ഥലമാണ്. അവിടെ കത്തുന്ന ചിതകൾക്കിടയിൽ ഒരാള് വലിയ ഉയരമുള്ള അഗ്നി പോലെ പിളർന്നു കിടക്കുന്ന ചിത, അതിനിടയിലൂടെ നടക്കുന്ന അഗ്നിയുടെ വർണ്ണമുള്ള വലിയ ജടകളുള്ള, കയ്യിൽ തൃശൂലം ധരിച്ചിട്ടുള്ള ഒരാള് ഓരോ ചിതകളുടെയും അടുത്ത് ചെന്ന് ആ മൃതദേഹങ്ങളിൽ നിന്നെല്ലാം തന്നെ പ്രാണനെ വലിച്ചിന് പുറത്തിടുന്ന രംഗം വിവേകാനന്ദന് ശ്രീരാമകൃഷ്ണ പരമഹംസന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവരെയൊക്കെ ഇങ്ങനെ വരിക്കിരുത്തും ആ ഗംഗയുടെ കരയിൽ. അവിടെ അന്നപൂർണേശ്വരിയായിട്ടുള്ള ഭഗവതി ആ ആത്മാക്കൾക്കൊക്കെ തവികൊണ്ട് ഭഗവതിയുടെ കൈകൊണ്ട് അന്നം കൊടുക്കുന്ന രംഗം ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിവേകാനന്ദന് കാണിച്ചു കൊടുക്കുന്ന ഒരു കഥയുണ്ട്. നിങ്ങളെ മോക്ഷം തരാൻ വേണ്ടി, നിങ്ങൾ ആഗ്രഹിക്കുന്ന മോക്ഷം, എല്ലാ കെട്ടുപാടുകളും മാറി
ഇനി ഒരു ജന്മം ഇവിടെ വീണ്ടും ജനിച്ച് ഈ ദുരിതത്തിലൂടെയൊക്കെ തന്നെ വീണ്ടും കടന്നു പോകേണ്ട അവസ്ഥ വരാതിരിക്കാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭജിക്കേണ്ട ആളാണ് മഹാദേവൻ. മനസ്സിലായോ? പക്ഷേ നമുക്ക് ഈ പറഞ്ഞ സാധനമൊന്നും വലിയ താല്പര്യമുള്ള കാര്യമില്ല എന്ന് എനിക്ക് തന്നെ നന്നായിട്ട് അറിയാം. ഭഗവാനെ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ നാളെ ഭഗവാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഈ അമ്പലത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാനല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ വളരെ ഭാഗ്യം ചെയ്ത ആളാണ്. എന്തുകൊണ്ടാ? ഇവിടെ ഭഗവാൻ ഒറ്റയ്ക്കല്ല ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഭഗവാന്റെ കൂടെ ആരുണ്ട്? അമ്മയുണ്ട്. അമ്മ ആണ് എപ്പോഴും ഭഗവാനെ കുട്ടികൾക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. ഭഗവാൻ ശിവൻ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, ഒരലങ്കാരങ്ങളും ഇഷ്ടമല്ലാത്ത ആളാണ്, ഒരു തരത്തിലുള്ള ബഹളവും ഇഷ്ടമല്ലാത്ത ആളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ശൃംഗാരമേളം പാടില്ല, വലിയ വലിയ അർച്ചനകൾ, വലിയ വലിയ ഘോഷങ്ങൾ പാടില്ല. ഭഗവാൻ എപ്പോഴും സൈലൻസ് ആണ് ഇഷ്ടം. ഒരു അളവിൽ കൂടുതൽ നിങ്ങൾ നാമജപം ഭഗവാന് ഭയങ്കര ഇഷ്ടമല്ല എന്ന് വെച്ചിട്ട് ഉറക്ക നാമം ജപിക്കാൻ പോലും ശരിക്കും ശിവക്ഷേത്രത്തിൽ പാടില്ല എന്നാണ്. ഭഗവാൻ എപ്പോഴും ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ദേവനാണ് ഭഗവാൻ മഹാദേവൻ. എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യം, ഒരു ചെറിയ സെക്കൻഡ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ പോയി താമസിക്കും, അങ്ങനെ ഒരാളാണ്. പക്ഷെ അങ്ങനെ പോയ ഒരാളെ നമ്മുടെ ഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. എങ്ങനെയാണോ ഒരമ്മ തന്റെ മക്കൾക്ക് വേണ്ടി ഒരു അച്ഛനോട് പോയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്, ടൂർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ചോദിക്കില്ല അമ്മയുടെ അടുത്ത്, അച്ഛനോടൊന്ന് പറഞ്ഞ് എനിക്ക് ടൂറിനുള്ള പൈസ തരൂ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരാളോട് ഇഷ്ടമുണ്ട് അച്ഛനോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ച് തരൂ, എനിക്കൊരു വീട് കയറ്റണമെന്നുണ്ട് അച്ഛനോട് പറഞ്ഞാൽ തൊടിയിലെ മരം വെട്ടാൻ സമ്മതിപ്പിച്ച് തരുമെന്ന് പറഞ്ഞ് നമ്മളൊക്കെ പറയുന്ന ആരോടാ? അമ്മയോടാ. അമ്മയാണ് അച്ഛനെ കൊണ്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്. അതുകൊണ്ട് ഇവിടെ അമ്മയോട് കൂടിയ ഭഗവാനാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചത് എന്തും തരാൻ തയ്യാറായിട്ടുള്ള ഒരു ചൈതന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെ രണ്ടുപേരൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു കുടുംബക്ഷേത്രമുള്ള നിങ്ങളുടെ കുടുംബം എത്ര കണ്ട് ഭാഗ്യമുള്ള കുടുംബമാണെന്ന് ആലോചിച്ചു. എങ്ങനെയാണ് നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാവാതിരിക്കുക? എങ്ങനെയാണ് നിങ്ങൾ പറയുന്ന പ്രാർത്ഥനകൾ കേൾക്കാതെ പോവുക? കാരണം അമ്മയുണ്ട്. അമ്മ പറഞ്ഞോളൂ നിങ്ങൾക്ക് വേണ്ടി ഭഗവാനോട്. അതുകൊണ്ട് ആ അമ്മയോടൊപ്പം ഇരിക്കുന്ന ഭഗവാന്റെ മക്കളായിട്ടുള്ള നിങ്ങളോട് ഓരോരുത്തരോടും കുറച്ചു നേരം സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയത് എന്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം ചോദിച്ചത് എന്തും തരുന്ന രണ്ട് അച്ഛനും അമ്മയുള്ള ആൾക്കാരാണ് നിങ്ങൾ, അല്ല? അങ്ങനെ രണ്ടാൾക്കാരെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാരൊക്കെ, ചില അടുത്തുള്ള വല്ല കുടുംബക്ഷേത്രമുള്ള ആൾക്കാരൊക്കെ പോയി ചോദിച്ചു നോക്കുക, അവരോട് നിങ്ങളോട് അവർക്ക് അസൂയായിരിക്കും. കാരണം ഇങ്ങനെ രണ്ട് അച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ട് ഇവിടെ അടുത്ത് ജീവിക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ എന്നുള്ള രീതി. അതുകൊണ്ട് അങ്ങനെയുള്ള നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കുടുംബ സംഗമം നടത്തുന്നു, അതിന്റെ ഭാഗമായിട്ടൊരു ആധ്യാത്മിക പ്രഭാഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗ്യം എനിക്ക് കിട്ടുന്നു. അതും വൈശാഖ മാസത്തിൽ ഗുരുവായൂരപ്പനും ഭഗവാൻ മഹാദേവനും ഏറ്റവും പ്രിയപ്പെട്ട ഈ മാസത്തിൽ നിങ്ങളോട് ഈ രണ്ട് വാക്കുകൾ സംസാരിക്കാൻ കിട്ടിയ ഈ ഒരു സമയത്ത് ചെറിയൊരു കഥയിലൂടെ നമുക്ക് നമ്മുടെ പ്രഭാഷണത്തിലേക്ക് കടക്കാം. ഇത് നിങ്ങളുടെ കുടുംബക്ഷേത്രമാണ് അല്ലെ? കുടുംബക്ഷേത്രങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാക്ഷേത്രങ്ങളിലേക്ക് പോകാൻ നമുക്ക് വലിയ താല്പര്യമാണ്. ഈവൻ ഗുരുവായൂരായിക്കോട്ടെ, ഏറ്റുമാനൂരായിക്കോട്ടെ, അല്ലെങ്കിൽ വടക്കുന്നാഥനായിക്കോട്ടെ, ആ ക്ഷേത്രങ്ങളിലേക്കൊക്കെ ഓടിപ്പോവാൻ താല്പര്യമുള്ള ആളുകളായിരിക്കും എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാരെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താല്പര്യമില്ലാത്ത ആൾക്കാർ ആരും ഇവിടെ ഉണ്ടാവും. ഇപ്പൊ ഇന്ന് വൈകുന്നേരം ഗുരുവായൂർ പോകാന്ന് പറഞ്ഞെങ്കിൽ ഒരു 10 ആൾ എന്തായാലും കൈപോകും, ഉറപ്പായിട്ടും. പക്ഷേ നമ്മൾ അതിന് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഉദാഹരണം പറയാം. അപ്പൊ നിങ്ങൾക്ക് ദീർഘകാലമായിട്ട് നിങ്ങളുടെ ഒരു ആവശ്യം ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു വീട് വെക്കണമെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ കുട്ടിക്ക് കുറെ നാളായിട്ട് കുട്ടികൾ ഉണ്ടായിട്ടില്ല, കുട്ടികൾ ഉണ്ടാവണം എന്നൊരു ആവശ്യം, അല്ലെങ്കിൽ കുറെ നാളായിട്ട് ജോലി കിട്ടാൻ വേണ്ടി 10-20 ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അയാൾ തന്നെ മനസ്സും അടുത്തിരിക്കുകയാണ്, അടുത്തൊരു ഇന്റർവ്യൂ വരുന്നുണ്ട്, അതിന് ജോലി കിട്ടണമെന്നൊരു ആവശ്യം. ഇത് നിങ്ങൾ കുറെ കാലം ഗുരുവായൂരപ്പനോടോ, ഏറ്റുമാനൂരപ്പനോടോ, വൈക്കത്തപ്പനോടോ, അല്ലെങ്കിൽ വടക്കുന്നാഥനിലോ, ചോറ്റാനിക്കര അമ്മയോടോ, തിരുമാന്ധാകുന്നിലെ അമ്മയോടോ ഒക്കെ പോയി ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കാന്നിരിക്കും. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ, ഞാൻ എപ്പോഴും എനിക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത് ഗുരുവായൂരപ്പനായതുകൊണ്ട് ഞാൻ ഗുരുവായൂരപ്പൻ എടുക്കുന്നത് മാത്രം. ഗുരുവായൂരപ്പനോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഭഗവാൻ ഈ ജോലി കിട്ടുന്നില്ല. ഒരിക്കൽ നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ, നിങ്ങൾ ഈ പറയുന്ന നിവേദനം അതങ്ങോട്ട് കൺസിഡർ ചെയ്ത് കളയാം, അതൊന്ന് പരിശോധിച്ച് കളയാമെന്ന് പറഞ്ഞ് ഭഗവാൻ നിങ്ങളുടെ അപേക്ഷക്കത്ത് എടുത്തു ഗുരുവായൂർ ഈ തിരക്കിന്റെ ഇടയിൽ ചൂടത്തെന്ന് വിചാരിക്കുക. ആ അപേക്ഷക്കത്ത് ഒന്ന് തുറന്നു നോക്കി, സാധാരണഗതിയിൽ എന്ത് ചെയ്യണം? അത് വായിച്ചു നോക്കിയിട്ട് ശരി കുറെ കാലമായില്ലേ ചോദിക്കുന്നു, അങ്ങ് കൊടുത്തേക്കാമെന്ന് ഗുരുവായൂരപ്പൻ തീരുമാനിക്കുന്നതിന് തൊട്ട് താഴെയായി വേറൊരു കുറിപ്പ് കാണും ഭഗവാൻ.
ആ കുറിപ്പ് കാണുന്നതോടുകൂടി ആ കത്ത് ചുരുട്ടി മടക്കി വേസ്റ്റ് ബിന്നിലിടും. എന്താണ് ആ കുറിപ്പ്? എന്തായിരിക്കും എന്ന് വല്ല ധാരണയുണ്ടോ? നോക്കൂ, മഹാക്ഷേത്രങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായി അവനവന്റെ കുടുംബക്ഷേത്രത്തിൽ വന്ന് യഥാശക്തി വഴിപാട് കഴിക്കാത്ത ഒരു പ്രാർത്ഥനയും ഒരു ഗുരുവായൂരപ്പനും കേൾക്കാൻ പോകുന്നു. ആ കുറിപ്പ് എന്താണെന്ന് അറിയൂ? പ്രിയപ്പെട്ട ഗുരുവായൂരപ്പ, എന്റെ മക്കളാണ് അങ്ങേ അടുത്തേക്ക് വന്നിട്ടുള്ളത്. എന്നെ തിരിഞ്ഞു നോക്കാതെയാണ് അവിടത്തെ മുമ്പിൽ വന്ന് മണിയടിക്കുന്നത്, സൂക്ഷിച്ചോളണം. അങ്ങനെ ഞാൻ അവന്റെ വീടിന്റെ പറമ്പിലുണ്ട്. 2 കാലടി വെച്ചാൽ ഞാൻ അവന്റെ മുമ്പിലുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ എനിക്ക് ഒരു നേരത്തെ അന്നം പോലും തരാതെയാണ് അവിടത്തേക്ക് വന്ന് പാൽപ്പായസവും കളഭവും കഴിച്ച് സോപ്പിട്ട് കാര്യം നേടാൻ നോക്കുന്നത്. നടത്തി കൊടുക്കരുതെന്ന് അവർ പറയില്ല. കാരണം അവർക്ക് നിങ്ങളോട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈഗോ ഇല്ല. അത്ര കണ്ട് സ്നേഹമാണ് ഇവർക്ക് നിങ്ങളോട്. അതുകൊണ്ട് സൂക്ഷിക്കണേന്നേ ഭഗവാനോട് പറയുള്ളൂ. അല്ലാണ്ട് നടത്തി കൊടുക്കരുതേ ഗുരുവായൂരപ്പ എന്ന് അവർ പറയില്ല. കാരണം അത്ര കണ്ട് സ്നേഹം. ഞങ്ങൾ എല്ലാ പ്രഭാഷണങ്ങളും ഞാൻ പറയാറുണ്ട്, ഒരിക്കലും നിങ്ങളുടെ കുടുംബ പരദേവത നിങ്ങളോട് കോപിക്കില്ല. കോപിക്കാൻ അതിന് സാധിക്കില്ല. കാരണം എന്താ? നിങ്ങളുടെ അച്ഛനും അമ്മയാണ്. ഏതെങ്കിലും ഇവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു അമ്മ പറയട്ടെ, ദ്രോഹിച്ച ഒരു മകനെ പോലും ശപിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ? സാധിക്കില്ല. അതാണ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ജ്യോതിഷൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് കുടുംബ പരദേവതാ ശാപമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ വിശ്വസിക്കേണ്ടെന്ന് ഞാൻ പറയില്ല. എന്താണ് ഈ ശാപം അല്ലെങ്കിൽ എന്താണ് ഈ പ്രയാസം? നമ്മള് ഇപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ ഈ ഭഗവാനെയും ഭഗവതിയും തൊഴാതെ ഇവിടെ നിന്ന് ഒരു ട്രാവൽസ് എടുത്ത് ഇവിടുന്ന് പോവാണെന്ന് നിങ്ങൾ കരുതും. രാവിലെ 6 മണിക്ക് ദൈവത്തുപറമ്പിലും അമ്പലപ്പറമ്പിൽ വന്നു കഴിഞ്ഞാൽ ട്രാവൽസ് എടുക്കും എന്നൊരു അറിയിപ്പ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാവുമല്ലോ അല്ലെ? അതിനകത്ത് വരുന്നു ഗുരുവായൂർക്ക് അല്ലെങ്കിൽ കൊട്ടിയൂർക്കാണ് യാത്ര, അവിടേക്കുള്ള വണ്ടി രാവിലെ 6 മണിക്ക് എടുക്കും എന്ന് വെച്ചിട്ട് ഇവിടത്തെ പറമ്പിൽ നിന്ന് രാവിലെ ട്രാവലർ എടുക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വരുന്നു, ട്രാവലർ കയറുന്നു, പോകുന്നു. പാവപ്പെട്ട 2 ആൾക്കാർ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടേ. അവരെ ഒന്ന് നോക്കാതെ, അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ പോകുമ്പോ അവരുടെ മനസ്സ് പൊള്ളും, അവരുടെ മനസ്സ് തപിക്കും. ആ വിഷമമാണ് നിങ്ങൾക്ക് ദോഷങ്ങളായിട്ട് വരുന്നത്. അല്ലാതെ നിങ്ങൾ മുടിഞ്ഞു പോട്ടെ എന്ന് അവരൊരിക്കലും പറയില്ല. അവർക്ക് ശപിക്കാൻ സാധിക്കില്ല.